ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാനും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും ഒരുമിച്ച് കൂടി വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിപ്പാനും ഒക്കെ കർത്താവ് നമുക്ക് ഈ മാധ്യമത്തിൽ കൂടെ ആണെങ്കിലും ദൈവം ഒരുക്കുന്ന വഴികൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ വന്നുചേർന്ന എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. തുടർന്ന് കർത്താവിന്റെ വചനം അല്പസമയം ധ്യാനിപ്പാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നു. എഫെസ്യ ലേഖനത്തിൽ നിന്ന് തുടർച്ചയായിട്ട് പഠിക്കുവാൻ, ധ്യാനിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് എഫെസ്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ നിന്നും അതിൻ്റെ പ്രാരംഭമാകുന്ന ചില വേദഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എഫെസ്യ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുകയും നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ തന്നെ 6 വാക്യങ്ങൾ വായിച്ചപ്പോൾ തന്നെ അതിനകത്ത് ആവർത്തിച്ച് വന്നതാകുന്ന ഒരു പദം നമ്മൾ ശ്രദ്ധിച്ചു കാണും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഒന്ന് ഒന്ന് ഒന്ന്. വിശ്വാസം ഒന്ന്, കർത്താവ് ഒരുവൻ, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി, ആത്മാവ് ഒന്ന്. നോക്കണം, ആത്മാവ്, കർത്താവ്, പിതാവ്, എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഈ വാക്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിഷയം, നമ്മളത് ഇന്ന് നമുക്കത് ചിന്തിപ്പാനുള്ള അവസരമില്ല, എങ്കിലും ഒന്ന് പറഞ്ഞു പോകട്ടെ. അവിടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ആ 3 പേഴ്സൺസ്, 3 വ്യക്തികൾ നമ്മളവിടെ കാണുന്നു. എന്നാൽ അതേ സമയം തന്നെ അതേ വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നു, ഒരു ദൈവം, ഒറ്റ ദൈവമേ ഉള്ളൂ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, 3 വ്യക്തികൾ, പക്ഷെ ഒരു ദൈവം. മോളിൽ നമ്മൾ കാണുന്നു, നമ്മുടെ പ്രത്യാശ ഒന്നാണ്, അതുപോലെ സ്നാനം ഒന്നാണ് എന്ന് വേണ്ട, അടിസ്ഥാനപരമാകുന്ന ദൈവസഭയുടെ ആ പ്രധാനപ്പെട്ട ഉപദേശ വിഷയങ്ങളിൽ ഒന്ന് 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 എന്നുള്ളതാകുന്ന വാക്യം, അല്ലെ ആ ഒരു വാക്ക് നമ്മൾ ആവർത്തിച്ച് കാണും. അതുകൊണ്ട് തന്നെ ഈ 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ യൂണിറ്റിയെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഐക്യത, യൂണിറ്റി ഇൻ ഡിവേഴ്സിറ്റി, അല്ലെങ്കിൽ വിവിധമാകുന്ന കൃപാദാനങ്ങളുണ്ട്, ഒത്തിരി വ്യക്തികളുണ്ട് സഭയില്, വിവിധമാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അവർ വന്നവരാണ്.
യഹൂദന്മാരിൽ നിന്നും യവനന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും ഒക്കെ വന്നതാണ്. പക്ഷെ അവരെല്ലാം ഒന്ന്. ആ ഒരു ചിന്ത ഉറപ്പിച്ച് നമുക്ക് ഈ 4-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. അത് നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ അല്പം വിശദമായിട്ട് നമ്മൾ ചിന്തിക്കും. നമ്മൾ ഇതുവരെ പഠിച്ചു വന്നതാകുന്ന വിഷയം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളുടെ ഒക്കെ ഒരു സവിശേഷത എന്നുള്ളത് മിക്കവാറും ലേഖനങ്ങളുടെ ആരംഭ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത് നമ്മുടെ പ്രായോഗിക ജീവിതത്തോടുള്ള ഉപദേശങ്ങളെ അല്ലെങ്കിൽ പ്രബോധനങ്ങളെ താൻ നൽകുന്നതിന് മുൻപേ അതിൻ്റെ ഡോക്ട്രൈനൽ ബേസിസ്, അതിൻ്റെ ദൈവവചനത്തിലെ അടിസ്ഥാനപരമാകുന്ന സത്യമെന്തെന്ന് താൻ പറയും. എന്നിട്ട് പറഞ്ഞു വന്നിട്ട് മിക്കവാറും ഒരു സംയോജിത പദം കൊണ്ട്, therefore എന്നൊക്കെയുള്ള ഒരു പദം കൊണ്ട് അതിൻ്റെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ അടിസ്ഥാനപരമാകുന്ന ഉപദേശങ്ങളെ പറഞ്ഞിട്ട് അതിൻ്റെ ഡൗൺ ടു എർത്ത് ആപ്ലിക്കേഷൻ പാർട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായിട്ട് ഈ ഉപദേശങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന പ്രായോഗികമാകുന്ന പ്രബോധനങ്ങൾ പൗലോസ് നൽകുന്നുണ്ട്. ഇത് പൗലോസിന്റെ മിക്കവാറും ലേഖനങ്ങളിൽ ഈ ഒരു പാറ്റേൺ, ഈ ഒരു മാതൃക നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ റോമാലേഖനത്തിൽ അത് കാണുന്നുണ്ട്. 12:1 മുതൽ അതുകൊണ്ട്, മലയാളത്തിൽ അതുകൊണ്ടെന്നുള്ള ആ പദമില്ല, പക്ഷെങ്കിൽ മറ്റ് ഭാഷാന്തരങ്ങളിലൊക്കെ ഉണ്ട് therefore, അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ഇവിടെയും 4-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് I therefore, അതുകൊണ്ട് എന്ന് പറഞ്ഞു തന്നെയാണ് താൻ ആരംഭിക്കുന്നത്. അതുകൊണ്ട് കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, വേദപുസ്തകത്തിൽ therefore എന്ന ഒരു പദം കാണുമ്പോൾ we must pause and think why it is therefore. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പദം അവിടെ വന്നിരിക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് അത് മനസ്സിലാക്കുവാൻ അതൊന്നുകൂടെ എളുപ്പമായി തീരുമെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടെന്ന് നമ്മൾ ചോദിക്കണം. അപ്പോഴാണ് അതിന്റെ പശ്ചാത്തലം നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പൗലോസ് മുകളിൽ പറഞ്ഞ ആ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ മറ്റൊന്നുമല്ല താൻ പറഞ്ഞത്. ജാതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരാകുന്ന, അന്യോന്യം ഐറ്റുമായി കാണുവാൻ അല്ലെങ്കിൽ അതിന് താല്പര്യമില്ലാതെ ഇരുന്ന കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് എത്തനിസിറ്റിയിൽ നിന്ന്, രണ്ട് ജാതികളിൽ നിന്ന് ഒരു കാരണവശാലും കാണുവാനോ അല്ലെങ്കിൽ സമ്പർക്കം പുലർത്തുവാനോ താല്പര്യമില്ലാത്ത ആ രണ്ട് ജാതികളിൽ നിന്ന്, യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും ദൈവം ഒരു പുതിയ സൃഷ്ടിയെ യേശു ക്രിസ്തുവിൽ ഉണ്ടാക്കുന്നു. അതാണ് പൗലോസ് ഇത്രയും നേരം വിശദീകരിച്ചത്. അങ്ങനെ വിശദീകരിച്ചിട്ട് അതിനുവേണ്ടി താൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ദൈവം തനിക്ക് കൃപയാൽ നൽകിയ ആ ശുശ്രൂഷയെ കുറിച്ച് താൻ അവരോട് പറയുന്നു. ഇതെല്ലാം പറഞ്ഞേച്ച് ഇത്രയും പറഞ്ഞിട്ട്
താൻ ഇവിടുന്ന് ഈ പറഞ്ഞ വിഷയങ്ങളുടെ, ഇത്രയും പറഞ്ഞ ഈ ഉപദേശത്തിന്റെ അതിന്റെ ആ ഒരു ഇംപ്ലിക്കേഷൻസ് ഡേ ടു ഡേ ലൈഫിൽ ദൈവം യഹൂദനിൽ നിന്നും ജാതിയിൽ നിന്നും വിളിച്ചു വേർതിരിച്ച, ഒന്നാക്കി തീർത്ത ദൈവസഭയെ, ആ ദൈവസഭയിലുള്ളവരുടെ ഓരോ ദിവസത്തെയും ജീവിതത്തിൽ ഈ അടിസ്ഥാനപരമാകുന്ന ഉപദേശം എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ് പൗലോസ് തുടർന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിശ്ചയമായിട്ടും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ താൻ പ്രബോധിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം എന്ന് പറഞ്ഞാ തുടങ്ങുന്നത്. അപ്പൊ യഹൂദന്മാരിൽ നിന്നും വിളിച്ചു, ജാതികളിൽ നിന്നും വിളിച്ചു. എന്താ ഈ വിളിയുടെ പ്രാധാന്യം? ഈ വിളിയുടെ പ്രാധാന്യം എന്നുള്ളത് നമ്മൾ താഴോട്ട് കണ്ടു. ഏക പ്രത്യാശ, സ്നാനമൊന്ന് എന്ന് വേണ്ട, ഒന്നിനു വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചത്. ഒരുമയിലേക്കാണ് യഹൂദനിൽ നിന്നും യവനനിൽ നിന്നും ദൈവം വിളിച്ചു വേർതിരിച്ചത്. അപ്പോൾ വിളിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ, ആ വിളിയിൽ തന്നെ ഐ ദെർഫോർ എന്ന് പൗലോസ് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആ വിളി തന്നെ എന്താണ് ഇംപ്ലൈ ചെയ്യുന്നതെന്നാണ് പൗലോസ് പറയുന്നത്. The very calling of the people of God gives the impression of unity in diversity. ഒത്തിരി വിവിധ സാഹചര്യങ്ങളിൽ നിന്നും വിവിധ സ്വഭാവങ്ങളിൽ നിന്നും വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നും വിവിധമാകുന്ന വ്യവസ്ഥകളിൽ നിന്നും ഒക്കെ അദ്ദേഹം വിളിച്ചിട്ട് ഒന്നാക്കി, ഒരു ശരീരമാക്കി, ഏക ശരീരസ്ഥരാക്കി. അങ്ങനെ ഏക ശരീരസ്ഥരാക്കുന്ന ഒരു വിളി, ആ വിളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആ വിളിയിൽ അടങ്ങിയിരിക്കുന്ന ആ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒന്ന്, ജാതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും ഒരു ജനമാകേണ്ടതിനാ ദൈവം വിളിച്ചതെങ്കിൽ, ദൈവത്തിന്റെ വിളി അങ്ങനെയാണെങ്കിൽ, ആ വിളി ദൈവസഭ എക്സ്പ്രസ് ചെയ്യുന്നത് അവരുടെ വണ്ണസ്സിലൂടെയാണ്, അവരുടെ ഐക്യത്തിലൂടെയാണ്. ഇറ്റ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ. അതായത് ദൈവം എന്നെയും നിങ്ങളെയും ഒരു ഭവനത്തിലേക്ക്, ഒരു കുടുംബത്തിലേക്ക്, ഒരു ശരീരത്തിന്റെ അവയവങ്ങളാകുവാനായിട്ട് വിളിച്ചെങ്കിൽ, നിങ്ങളെ വിളിക്ക് യോഗ്യമാവണമെന്ന് പൗലോസ് പറയുമ്പോൾ ആ വിളിയിൽ തന്നെ അടങ്ങിയിരിക്കുന്നു we are called to unity, we are called to be one. Therefore we have to manifest unity. അപ്പൊ യൂണിറ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ പറയാം. യൂണിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു കാര്യം പറയുമ്പോൾ എല്ലാവരും യെസ് എന്ന് പറയുന്നതാണ്. അല്ല, അതൊന്നും അല്ല യൂണിറ്റി. എന്താണെന്നൊക്കെയുള്ള ഞാൻ വിശദീകരിക്കാം. യൂണിറ്റി എന്താണ് ആ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ്? അപ്പൊ നമ്മൾ ഒരിക്കലും അത് മറന്നുപോലെ. അപ്പൊ നമ്മുടെ കോളിംഗ് തന്നെ ഒരു ശരീരസ്ഥരാകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു ശരീരസ്ഥരാകുമ്പോൾ ആ കോളിംഗിൽ തന്നെ വിളിക്ക് യോഗ്യമെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ
ആ വിളിയിൽ തന്നെ അടങ്ങിയിരിക്കുന്നത് ആ വിളിക്ക് യോഗ്യമായിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയ ഐക്യതയിലേക്ക് നമ്മൾ വരും. രണ്ട്, ഈ വിളിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. നമ്മളെ വിളിച്ചേക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം ജനമായിട്ടാണ് വിളിച്ചേക്കുന്നത്. നമ്മുടെ വിളി ഒന്ന്, ഏക ശരീരസ്ഥരാകുവാൻ വിളിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഐക്യതയിൽ കൂടെയാണ് ആ വിളിയുടെ യോഗ്യത ലോകത്തോട് നമ്മൾ വെളിപ്പെടുത്തുന്നത്. പിന്നെ ദൈവത്തിനു വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് വി ആർ സെറ്റ് അപ്പാർട്ട്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളെ വിളിച്ചിരിക്കുന്നത് പോലെ തന്നെ അവര് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ ഹോളിയാണത്. ഹോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർതിരിക്കപ്പെട്ടവർ, വ്യത്യസ്തമാകുന്ന ഉപയോഗത്തിനു വേണ്ടി മാറ്റിവെച്ചവർ എന്നാണ് അതിന്റെ അർത്ഥം. ഹോളി എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ബേസിക് മീനിങ് ഒരു പ്രത്യേക ഉപയോഗത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത് എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനപരമാകുന്ന അർത്ഥമെന്നുള്ളത്. അപ്പൊ അങ്ങനെയെങ്കിൽ ദൈവത്തിന് വേണ്ടി നമ്മളെ വിളിച്ചെങ്കിൽ ആ വിളി ദൈവത്തിന് വേണ്ടി എന്നെ വിളിച്ചെന്നുള്ളത് ദൈവസഭ വെളിപ്പെടുത്തേണ്ടത് നമ്മുടെ വേർപാടിലൂടെയാണ്. വേർപാട് എന്താണെന്നൊക്കെയുള്ളത് ഞാൻ വിശദമാക്കാം. അപ്പോൾ യൂണിറ്റിയും പ്യൂരിറ്റിയുമാണ് ആ രണ്ട് വിഷയങ്ങളാണ് തുടർന്ന് അപ്പോസ്തലൻ എക്സ്പൗണ്ട് ചെയ്യുന്നത് ഈ ലേഖനത്തിൽ. ഈ 4-ാം അധ്യായം 1 മുതൽ 16 വരെ യൂണിറ്റിയെ കുറിച്ച് താൻ പറയും. അത് പറയുമ്പോൾ ആ യൂണിറ്റിയോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞു, എല്ലാം ഒരുപോലെ ഇരിക്കുന്നതാണോ യൂണിറ്റി? അല്ല, എല്ലാം ഒരുപോലെ ഇരിക്കുന്നതല്ല യൂണിറ്റി. അതെന്താണെന്ന് നമുക്ക് കാണണം. എല്ലാം ഒരുപോലെ ഇരിക്കുന്നത്, എല്ലാവരും ഒരുപോലെ പറയുന്നത്, അതല്ല യൂണിറ്റി. ദാറ്റ് ഈസ് നോട്ട് യൂണിറ്റി. യൂണിറ്റി എന്താണെന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. രണ്ട്, പ്യൂരിറ്റി എന്താ? പ്യൂരിറ്റി എന്ന് പറഞ്ഞാലും നമ്മൾ ചില പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളല്ല. ഡിഫറെന്റ് ആയിട്ട് നമ്മളെ വിളിച്ചെങ്കിൽ, വേർപെട്ടവരായി നമ്മളെ വിളിച്ചെങ്കിൽ, കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ആ കാര്യമാണ് ഇവിടെ പ്രസക്തം. കർത്താവ് പറയുന്നത്, നിങ്ങൾ അവരെ പോലെ ആകരുത്. കർത്താവ് പറയുമ്പോ പരീശന്മാരെ ചൂണ്ടിക്കാണിച്ചു പറയാ, നിങ്ങൾ അവരെ പോലെ. അപ്പൊ റിലീജിയസ് ആയിട്ടുള്ളവരെ ചൂണ്ടിക്കാണിച്ചു, മതഭക്തരാകുന്നവരെ കാണിച്ചു പറയാ, അവരെ പോലെ ആകരുത്. പിന്നെ പറയാ, നിങ്ങൾ കണ്ട ആ ജാതികളെ പോലെ ആകരുത്, അതുപോലെ ആകരുത്. പിന്നെ നിങ്ങൾ എങ്ങനെ ആകണം? നിങ്ങൾ എങ്ങനെ ആകണമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സത്യത്തിൽ ഈ മത്തായി സുവിശേഷം 5, 6, 7 വേർപാടിന്റെ ഉപദേശം കേട്ടോ. അതാ ബേസിക് ആയിട്ട് വേർപാടിന്റെ ഉപദേശം. അത് കഴിഞ്ഞ് അതിനെ എക്സ്പൗണ്ട് ചെയ്യുന്നതാണ് ലേഖനങ്ങളൊക്കെ. വേർപാടിന്റെ ഉപദേശം അവിടെയാ കിടക്കുന്നത്, ആദ്യം കിടക്കുന്നത്. അപ്പോൾ ഒന്ന്, നമ്മളെ വിളിക്ക് യോഗ്യമാവണമെന്ന് പറയുമ്പോൾ, ഒന്ന്, കർത്താവ് എന്നെ ഏക ശരീരത്തിലേക്കാണ് വിളിച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം ആ വിളിക്ക് യോഗ്യമായിട്ട് നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഒരുമ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. രണ്ട്, നമ്മളെ ദൈവത്തിന് വേണ്ടി വിളിച്ചേക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ വിശുദ്ധരായിരിക്കാൻ വിളിച്ചിരിക്കുന്നത് കൊണ്ട്, ആ വിളിക്ക് യോഗ്യമായിട്ട് നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ നടപ്പിലും നമ്മൾ വിശുദ്ധരായി തീരും. എന്ന് പറഞ്ഞാൽ എല്ലാ നടപ്പിലും എങ്ങനെയാ വിശുദ്ധരാകുന്നത്? ലോകത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതെന്നാണെന്ന് ഞാൻ വിശദീകരിക്കാം. അത് വിശദീകരിച്ചെങ്കിലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കാരണം ഈ വേദഭാഗത്ത് നിന്ന് നമുക്കത് കൂടുതലായിട്ട്
മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. അപ്പോഴ് ഈ കാര്യങ്ങൾ അല്പം കൂടെ വ്യക്തതയോടെ, ഇന്ന് നമ്മൾ അധികം കാര്യങ്ങൾ പറയത്തില്ല, അധികം വാക്യങ്ങൾ കവർ ചെയ്യാൻ ഇന്ന് നമുക്ക് സമയമില്ല. ആ ഇനീഷ്യൽ 2-3 വാക്യങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. അപ്പൊ പൗലോസ് ഇവിടെ പറയാണ്, therefore a prisoner for the Lord, I therefore a prisoner for the Lord beg you. പ്രബോധിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ഈ ദൈവവചനത്തിന്റെ ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല, മറ്റൊരു സമയത്ത് അത് പറയാം. പൗലോസ് സത്യത്തില് അപ്പോസ്തലൻ എന്ന നിലയിൽ ദൈവവചനം നൽകുകയാണ്. അപ്പോഴും ഞാൻ പറയുന്നത്, സഹോദരന്മാരെ, റോമാലേഖനം 12 നമ്മൾ പറയും സഹോദരന്മാരെ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. ദൈവം തന്നിൽ കൂടെ സംസാരിക്കും. സഹോദരന്മാരെ, ഇവിടെ പറയാം, ഐ ബെഗ് യു, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം നിങ്ങൾ നടക്കണം. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം നിങ്ങൾ നടക്കണം. അപ്പോൾ അവരുടെ ആ വിളിയെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് പൗലോസ് പ്രാഥമികമായിട്ട് അവരോട് പറയുന്നത്. അപ്പൊ വിളിയെന്ന് പറയുമ്പോൾ അവരുടെ കൺവേർഷൻ, അവർ കർത്താവിനെ അറിയാനുണ്ടായ ആ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ഒരു കാര്യം തന്നെ 1-2-3 മിനിറ്റ് ഒന്ന് ചിന്തിക്കാം. നമ്മളെ ദൈവം വിളിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ദൈവം വിളിച്ചപ്പോൾ ഇത് ദൈവത്തിന്റെ കരുണയും തീരുമാനമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചില വേദഭാഗങ്ങൾ ഞാനങ്ങ് പറഞ്ഞങ്ങ് പോകാൻ താല്പര്യപ്പെടുക. കാരണം നിങ്ങളുടെ വിശ്വാസം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ടത് എൻ്റെ വാക്കിന്റെ ബേസിസിലല്ല, ദൈവവചനത്തിന്റെ ബേസിസിൽ നിങ്ങൾ ആ കാര്യം കാണുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. റോമാലേഖനം 8:30 നമ്മൾ വായിക്കുന്നു, മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേച്ചു. അപ്പോൾ ഇത് ദൈവത്തിന്റെ കരുണയിൽ ദൈവം വിളിച്ചതാണ് നമ്മളെ. ചില വേദഭാഗങ്ങൾ വായിച്ച് ഞാൻ മുൻപോട്ട് വരട്ടെ, എന്നിട്ട് പെട്ടെന്ന് ഈ ഭാഗത്തേക്ക് ഞാൻ മടങ്ങി വരാം. രണ്ടാമത്, ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ. അപ്പൊ ദൈവത്തിന്റെ വിളി, ഇറ്റ് ഈസ് എൻറ്റയർലി ഗോഡ്സ് ഇനിഷ്യേറ്റീവ്. അതുകൊണ്ട് മുൻ നിയമിച്ചവരെ ദൈവം വിളിച്ചു എന്ന് നമ്മൾ റോമർ 8:30 വായിക്കുന്നെങ്കിൽ, ഗലാത്യർ 1:6 നമ്മൾ വായിക്കുന്നു ദൈവത്തിന്റെ കൃപയാലാണ് നമ്മളെ വിളിച്ചത്. അതിന്റെ 15 നമ്മൾ വായിക്കുന്നു, എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. നോക്കുക, എൻ്റെ ജനനം മുതൽ. ഞാന് ഒന്നുകൂടെ പറഞ്ഞാൽ, യെരമ്യാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ എന്നെ ദൈവം വേർതിരിച്ചു എന്നാണ് പോൾ ഇവിടെ അവകാശപ്പെടുന്നത്. മാത്രമല്ല, അപ്പോഴങ്ങനെയുള്ള ഒരു വിളി എന്നുള്ളത് സത്യത്തിൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ആ വിളിക്ക് യോഗ്യത ഉണ്ടായിട്ടല്ല എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത്. കാരണം ദൈവം എന്നെ വിളിച്ചത് എൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ. മാത്രമല്ല, എനിക്ക് ഉള്ളതാകുന്ന കഴിവോ പ്രാപ്തിയോ അല്ലെ ഞാൻ എന്ത് കഴിവുള്ളവനാണ്, ഇതൊന്നും നോക്കിയിട്ടൊന്നുമല്ല ദൈവം നമ്മളെ ആരെയും വിളിച്ചത്. കാരണം 1 കൊരിന്ത്യർ 1:26 നമ്മളിങ്ങനെ വായിക്കുന്നു, 1 കൊരിന്ത്യർ 1:26, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ, ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. എന്നിട്ട് താഴോട്ട് പറയുന്നുണ്ട് ദൈവം എങ്ങനെയുള്ളവരെയാണ് വിളിച്ചത്. പിന്നെ ദൈവം നമ്മുടെ പാരമ്പര്യം നോക്കിയിട്ടും അല്ല വിളിച്ചത്. നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒത്തിരി നല്ലതായതുകൊണ്ടും അല്ല ദൈവം വിളിച്ചത്. കാരണം ദൈവത്തിന്റെ വിളി അതൊന്നും ബേസ് ചെയ്തല്ലെന്ന്
റോമാലേഖനം വളരെ വ്യക്തമാക്കുന്നു. റോമാലേഖനം 9-ാം അധ്യായം അതിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ, 23 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ചു. അപ്പൊ യഹൂദനും ദൈവം വിളിച്ചത് കൊണ്ട് അവനും രക്ഷ ക്രിസ്തുവിലൂടെ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാനൊന്ന് പറഞ്ഞത്, ഇനി വരും ദിവസങ്ങളിൽ അതിന്റെ സന്ദർഭം ഉണ്ടാകുമ്പോൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്രിസ്തുവിലൂടെയുള്ള രക്ഷയുള്ളൂ, വേറെ ഒരു രക്ഷാമാർഗവും യഹൂദന് ഒരുക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ. അപ്പൊ യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും വിളിച്ചിട്ട് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണയുടെ പാത്രങ്ങൾ, കരുണാപാത്രങ്ങളാകുന്ന നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്ത്? എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും പ്രിയ അല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ദൈവം വിളിച്ചപ്പം ജാതി മഹിമയൊന്നും നോക്കിയിട്ടല്ല ദൈവം വിളിച്ചതെന്ന്, കുലമഹിമ നോക്കിയിട്ടും അല്ല വിളിച്ചത്, വിദ്യാഭ്യാസം നോക്കിയിട്ടും അല്ല വിളിച്ചത്, ബുദ്ധി വൈഭവം നോക്കിയിട്ടുമല്ല ദൈവം വിളിച്ചത്. അതെല്ലാം വളരെ വ്യക്തമാണ്. മാത്രമല്ല ആരുടെയും പ്രവൃത്തി നോക്കിയിട്ടും അല്ല ദൈവം വിളിച്ചത്, പ്രവൃത്തി നോക്കിയിട്ടും അല്ല വിളിച്ചത്. റോമാലേഖനം 9-ാം അധ്യായം ആ വേദഭാഗം എല്ലാവരും ഒന്ന് എടുക്കുന്നത് നന്നായിരിക്കും. അതിന്റെ 11-ാമത്തെ വാക്യം. ഈ വേദഭാഗമൊക്കെ പിന്നീട് എപ്പോഴേലും സമയം കിട്ടുമ്പോൾ ഞാൻ വിശദമായിട്ട് പഠിപ്പിക്കണമെന്നൊരു ചിന്ത എന്റെ മനസ്സിലുണ്ട്. ഇപ്പൊ ആ വേദഭാഗം ഒന്ന് ശ്രദ്ധിച്ചോളൂ. 9-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കും. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുൻപേ. അപ്പൊ പ്രവൃത്തി ഉണ്ടാകുന്നതിന് മുമ്പേ, കുട്ടികൾ ജനിച്ചില്ല, ഗുണവും ചെയ്തില്ല, ദോഷവും ചെയ്തില്ല, എന്നിട്ട് അങ്ങനെ പ്രവർത്തിക്കുന്നതിന് മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന്. അപ്പോ ദൈവം വിളിച്ചത്, ഞാൻ പറഞ്ഞു, കുലമഹിമയും വിദ്യാഭ്യാസവും ഇതൊന്നും നോക്കിയിട്ടല്ല, പ്രവൃത്തി നോക്കിയിട്ടും അല്ല വിളിച്ചത്. കാരണം പൗലോസ് അപ്പോസ്തലൻ തന്നെ പിന്നീട് പറയുന്നുണ്ട്, പ്രവൃത്തി നോക്കിയായിരുന്നേ എന്നെ ദൈവം വിളിക്കുകയെന്ന് തന്നെയാണ് പൗലോസ് പറയുന്നത്. അങ്ങനെയാ താൻ പറയുന്നത്. 2 തിമോഥെയോസ് 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തില് തനിങ്ങനെ, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ഇത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തം അല്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രവൃത്തികൾ, അവൻ നമ്മെ രക്ഷിച്ചതും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തം അല്ലെന്ന് കാറ്റഗോറിക്കൽ സ്റ്റേറ്റ്മെന്റ് അപ്പോൾ പറയുന്നതല്ല, കാറ്റഗോറിക്കലി അത് പറയുക. എന്നിട്ട് സകലകാലത്തിനും മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമാകുന്ന സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. അപ്പോൾ ദൈവം നമ്മളെ വിളിച്ച ആ വിളിയെ ഒന്ന് വെയിൻ ചെയ്യുമ്പോൾ തന്നെ
ആ വിളി അതിൽ തന്നെ അതിൻ്റെ യോഗ്യത, അതിൻ്റെ മഹത്വം, അതിൻ്റെ ശ്രേഷ്ഠത നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നിട്ട് പോള് പറയുക, അത്ര ശ്രേഷ്ഠമാകുന്ന ഒരു വിളിയാണ്. Therefore, ആ വിളിയുടെ യോഗ്യതയ്ക്കനുസരിച്ച് ആ വിളിയുടെ മഹത്വം എൻ്റെ ജീവിതത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയണം. ഞാൻ ഒരു കാര്യം ആവർത്തിച്ച് പറയട്ടെ. അപ്പോ ക്രിസ്തീയ ജീവിതത്തിൽ ഗ്രേസും ഗ്രാറ്റിറ്റ്യൂഡും ഉണ്ട്. നമ്മളെ ദൈവം വിളിച്ചത് എല്ലാം ഗ്രേസാ, കൃപ. പിന്നെ ജീവിതത്തിൽ പ്രവൃത്തിയുടെ സ്ഥാനം എന്താ? പ്രവൃത്തിയുടെ സ്ഥാനം മെറിറ്റ് അല്ല. ഞാൻ പ്രവർത്തിച്ചിട്ട് ഞാൻ ദൈവത്തിന്റെ ഏതെങ്കിലും എന്നോടുള്ള ഫേവറിന് എന്നെ യോഗ്യനാക്കുന്നതല്ല എൻ്റെ പ്രവൃത്തി. ഇത് ഞാൻ വളരെ അടിവരയിടാൻ താല്പര്യപ്പെടുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ പ്രവൃത്തിയുടെ സ്ഥാനം എന്ത്? ഞാൻ എന്തേലും ഇന്നതിന് ഞാൻ ഉപവസിച്ചു, ഞാൻ ഇത്ര ചെയ്തു, എന്റെ മെറിറ്റ് കൂടുക. നോ നോ നോ. സത്യത്തിൽ പ്രവൃത്തി എന്നുള്ളത് എന്റെ നന്ദി പ്രകടനമാണ്. അതാണ് ക്രിസ്തീയ ജീവിതത്തിൽ എന്റെ പ്രവൃത്തി, എന്റെ ജീവിതം ആ നന്ദി പ്രകടനമാകുമ്പോഴേ. ആരോടുള്ള നന്ദി പ്രകടനം? ദൈവത്തോടുള്ള നന്ദി പ്രകടനം. ദൈവത്തോടുള്ള നന്ദി പ്രകടനമാകുമ്പോഴേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ. അല്ലേ ഉണ്ടാകത്തില്ല. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ ഡിപ്രൈവിറ്റി, നമ്മുടെ ആ ഈവിള് നമ്മൾ കാണുമ്പോ, നമ്മളിലേക്കൊന്ന് നോക്കുമ്പോ അത് കാണുമ്പോ ദൈവത്തോടുള്ള വലിയ കരച്ചിലാണ് നമ്മളിൽ നിന്നുണ്ടാകുന്നത്. കർത്താവേ, ലോർഡ് ഹെൽപ്പ് മീ, ഹെൽപ്പ് മീ. ദൈവത്തിന് അതാ വേണ്ടിയത്. അവിടുന്നാണ് തുടങ്ങുന്നത്. ഞാനത് അല്പം കൂടെ വിശദമാക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ആകട്ടെ, ഇവിടെ നമ്മൾ വായിക്കുന്നത് ആ വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കണമെന്നാ പറയും. നടക്കുക, വാക്കിംഗ്. നേരത്തെ നമ്മൾ എങ്ങനെ നടന്നത് എന്ന് ഈ ലേഖനം പറയുന്നുണ്ട്. കാരണം അതിന്റെ 4:17 നോക്കിയാൽ നമ്മളിവിടെ വായിക്കുന്നു, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നതുപോലെ. അങ്ങനെയാണ് നമ്മൾ ഒരിക്കൽ നടന്നത്. അതുകൊണ്ടാണ് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ടും അവയിൽ നിങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതിയെയും അതിനെ അനുസരിച്ച് അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അതാണ് ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ പറയുക, അതുപോലെ ഇനിയും നടക്കരുത്. അപ്പൊ അതിന്റെ അർത്ഥം അങ്ങനെ നടക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. അങ്ങനെ നടക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കും. പക്ഷെ നടക്കരുത്. എന്തുകൊണ്ട് നടക്കരുത്? നടക്കരുതെന്ന് പറയുന്നത്, അത് ആ നടക്കരുത് എന്ന് പറയുന്നത് എനിക്ക് ദൈവസന്നിധാനത്തിൽ കൂടുതൽ ഒരു വെയിറ്റേജ് തരും, അതുകൊണ്ട് ഞാൻ കുറെ പ്രവർത്തിച്ചേക്കാം എന്നതുകൊണ്ടല്ല. നേരെ മറിച്ച് ദൈവത്തോടുള്ള എൻ്റെ നന്ദിയാണ്, എൻ്റെ നന്ദി പ്രകടനമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രവൃത്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെയാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് 4:17 നമ്മൾ വായിക്കുന്നു, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. 5:2 നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി. അതേ ലേഖനം 5:2,
ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. 5:8 കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. 5:15 ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. അപ്പോൾ ഈ ഒരു വിളിക്ക് യോഗ്യമായിട്ട് നടക്കുക എന്ന് പറയുമ്പോൾ അത് ഒറിജിനൽ ഭാഷയിൽ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അതിന്റെ ആശയം നൽകുന്ന ആ റൂട്ട് ലാംഗ്വേജിലെ അതിന്റെ അർത്ഥം എന്താ വരുന്നതെന്ന് ഞാനൊന്ന് പറയാം. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്ത് ഈ ത്രാസ് ഉണ്ടല്ലോ, ത്രാസ്, അതിന്റെ 2 ഹാൻഡിലുണ്ട്, 2 എണ്ണമുണ്ട്. അപ്പോഴ് ഒരു വശത്ത് സാധനം എടുത്തു വെക്കും, ഒരു വശത്ത് അതിന്റെ വെയിറ്റ് എടുത്തു വെക്കും. അപ്പോ മറ്റേ വശത്തിരിക്കുന്ന വെയിറ്റ് അതിനാനുപാതികമായിരിക്കണം ഇപ്പുറത്തെടുത്ത് വെച്ചിരിക്കുന്ന സാധനം. അപ്പോഴാണ് അതിന് യോഗ്യമാകുന്നത് ഇപ്പുറത്തേത്. മനസ്സിലാകുന്നുണ്ടോ? അതേ അർത്ഥമാണ് ഒറിജിനൽ ലാംഗ്വേജ്. അപ്പൊ പോൾ ഇവിടെ പറയുന്നേ, നിങ്ങളെ വിളിച്ചത് അങ്ങനെയുള്ള ഒരു കോളിംഗ് ആണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ അതിന് ആ കോളിങ്ങിന്റെ യോഗ്യതയനുസരിച്ച് വേണം, അതാണ് എൻ്റെ ജീവിതം റിഫ്ലക്ട് ചെയ്യേണ്ടത്. എൻ്റെ ജീവിതം റിഫ്ലക്ട് ചെയ്യേണ്ടത് എൻ്റെ കോളിങ്ങിന്റെ ആ കോളിംഗാണ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഉദാഹരണങ്ങളൊക്കെ പറയാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിലും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുക. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഒന്നാമത് നാം കണ്ടു, നമ്മളെ കർത്തൃസേവ നിമിത്തം നിങ്ങൾ പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം, എന്നിട്ട് ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. എന്താണ് ഈ ആത്മാവിന്റെ ഐക്യത? ആത്മാവിന്റെ ഐക്യത അപ്പൊ ഓൾറെഡി ആത്മാവ് ഒരു ഐക്യത ദൈവസഭയിൽ നൽകിയിട്ടുണ്ട്. ഓൾറെഡി ഇറ്റ് ഈസ് ദർ. മനസ്സിലാകുന്നുണ്ടോ? ആത്മാവിന്റെ ഐക്യത ഇറ്റ് ഈസ് ദർ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? അത് സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കണം. കാരണം ദൈവം എന്നെ ശരീരസ്ഥരായിരിക്കാൻ വിവിധ നിലയിൽ നിന്നാണ് വിളിച്ചത്. ഞാന് അത് പറയുമ്പോ എല്ലാരും ഒരു കാര്യം പറയുമ്പോ എല്ലാരും യേസ് എന്ന് പറയുകയല്ല. അത് ഇന്ന് എനിക്ക് വിശദീകരിക്കാൻ നേരമില്ല. അടുത്ത ദിവസം അതൊന്നുകൂടെ വ്യക്തമാക്കും. കാരണം താഴോട്ട് നോക്കുമ്പം ആ കൃപാവരങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അതെല്ലാം ഉപയോഗിക്കപ്പെടുന്നത് സഭയുടെ ആ ഏകത്വത്തിലേക്കും ഒന്നിച്ചുള്ള മെച്യൂരിറ്റിക്കും വേണ്ടിയിട്ടാണ് അത് കൊടുത്തേക്കുന്നത്. ഒന്നും വിരുദ്ധമില്ല എന്ന് പറയുന്നു. ഉയരത്തിലേക്ക് കയറി ദാനങ്ങളെ കൊടുത്തു. ആ വിഷയങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കാം. അത് അപ്പൊ ഡിവേഴ്സിറ്റി ഓഫ് ഗിഫ്റ്റ്സ്, വിവിധമാകുന്ന. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാരും ഒറ്റ കാര്യം പറയുന്നതാണോ യൂണിറ്റി? അല്ല. അവിടെ ഡിവേഴ്സിറ്റി, ഒത്തിരി വ്യത്യസ്തമാകുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ ആ വ്യത്യസ്തമായ കാര്യങ്ങളും വ്യത്യസ്ത സ്വഭാവങ്ങളും ഉള്ള
ഈ സഭയാകുന്ന ഏക ശരീരത്തിൽ ആത്മാവിന്റെ ഐക്യതയുണ്ട്. ആ ആത്മാവിന്റെ ഐക്യത നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം. അതാ പോൾ ഇവിടെ പറയുന്നത്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഓക്കെ, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഞാൻ പറയാം. ഒരിക്കല് ഇത് ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു പ്രിയപ്പെട്ടവൻ ഒരിക്കൽ അദ്ദേഹത്തിന്റെ അനുഭവം, അദ്ദേഹം ഒരു സുവിശേഷകന, അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞത് ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ അനുഭവം ഇങ്ങനെയാണ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. ഹൈറേഞ്ചിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പൊ അവിടെ ഒരു സഭയില് അദ്ദേഹം അംഗമായിട്ട് പോയി. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നും സഭായോഗം കഴിയുമ്പം അവിടെ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. നമുക്കറിയാലോ, ചില സഭകളില് എന്തെല്ലാം എത്ര നമ്മൾ പറയുന്ന പോലുള്ള ആത്മാവിലുള്ള ആരാധന കഴിഞ്ഞാലും സഭായം കഴിയുന്നുടനെ എന്തെങ്കിലും ഒരു കണക്ക് വായനയോ എന്തെങ്കിലും ഒരു പരിപാടി, ഒരു കലാപരിപാടി അവിടെ കൊണ്ടുവരും. എന്നിട്ട് പിന്നെ വലിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും. അപ്പൊ അങ്ങനെയുള്ളൊരു തൻ്റെ ചെറുപ്പത്തിലെ ഉണ്ടായ ഒരു സംഭവം അദ്ദേഹം പറഞ്ഞത്, ദൈവത്തിന്റെ വലിയ കാര്യമായ ഈ വിശ്വാസത്തിൽ തുടരാൻ ഇടയാക്കിയതെന്ന് പറയാൻ വേണ്ടി ഒരു ഇല്ലസ്ട്രേഷൻ പറഞ്ഞത്. കാരണം താൻ ചെന്ന് പെട്ട കൂട്ടായ്മയുടെ കാര്യം നോക്കിയായിരുന്നു, അതിലൊന്നും നിലനിൽക്കുകയില്ലായിരുന്നു. ദൈവം വിളിച്ചത് കൊണ്ട് നിന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഹൈറേഞ്ചാണ്. ഹൈറേഞ്ചില് ഇങ്ങനെ ചരിഞ്ഞുള്ള വലിയ മലയൊക്കെ ഉള്ള പ്രദേശമാണ്. അപ്പൊ ആ റോഡിന്റെ താഴെയാണ്, ഇതിന്റെ മോളിൽ അല്പം ആ റോഡിന്റെ മുകൾ വശത്ത് ഒരു കളിഷാപ്പുണ്ട്. താഴെ സഭായോഗം, സഭാഹോളും ഉണ്ട്. അപ്പൊ ഒരു ദിവസം ഈ പറഞ്ഞതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞ ആ കലാപരിപാടി നടന്നു. സഭായോഗം കഴിഞ്ഞിട്ട് ഭയങ്കര ബഹളമായി. അപ്പൊ അങ്ങനെ ബഹളമായി കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞേ, ബഹളം അങ്ങ് പുറത്തോട്ട് കേൾക്കാൻ തുടങ്ങിയപ്പം ഈ കള്ളുഷാപ്പിൽ കള്ളു കുടിച്ചുകൊണ്ടിരുന്ന, ഞാൻ അവരെ പറയട്ടെ, നല്ലവരായ ചിലരെ അവരോടി വന്നേച്ച് ഇതിനകത്ത് കയറിയിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇങ്ങനെ ഇവിടെ ബഹളം ഉണ്ടാക്കിയ ഞങ്ങൾക്ക് സമാധാനമായിട്ട് അവിടെ ഇരുന്ന് കള്ളു കുടിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതൊന്ന് നിർത്താനായിട്ട് പറഞ്ഞു. അദ്ദേഹം ആ പറഞ്ഞത് സത്യത്തില് ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാല് സത്യത്തിൽ എന്താണ്? അപ്പൊ ദൈവമക്കളുടെ ആ യൂണിറ്റി മാനിഫെസ്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ്, ലോകം ഇതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത്. ദൈവമക്കള് വ്യത്യസ്തരായിരിക്കുന്നതാണ് സത്യത്തിൽ ലോകത്തെ ദൈവമക്കളിലേക്ക് ആകർഷിക്കേണ്ടത്. അതാണ് ദൈവം വെച്ചേക്കുന്നതാകുന്ന മാർഗം. അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിപ്പീനെന്ന് പറയുക. അപ്പൊ അതിന്റെ റെസ്പോൺസിബിലിറ്റി, അതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളതാ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ദൈവമക്കളുടെ ആ കൂട്ടായ്മ ബന്ധത്തിൽ, ദൈവമക്കളുടെ കൂടിവരവിൽ, ദൈവസഭയിൽ ആത്മാവിന്റെ ഐക്യതയുണ്ട് വീണ്ടും ജനിച്ചയിടത്ത്. പക്ഷെങ്കിൽ ആ ആത്മാവിന്റെ ഐക്യത എന്റെ ചിന്തയിലും
എൻ്റെ ഇടപാടിലും എൻ്റെ പെരുമാറ്റത്തിലും ഉണ്ടാകേണ്ടതിന് ഞാൻ ആത്മാവിന് വിധേയപ്പെടാൻ ഒരുക്കമാകണം. അങ്ങനെയാകുമ്പോഴാണ് ആത്മാവിന്റെ ഐക്യത ഓൾറെഡി ഐക്യത കാക്കാനായിട്ട് ശ്രമിക്കുന്നതിന്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്നതല്ലെന്ന് സാരം. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ തന്നെ ഇതെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ്, ദൈവത്തോടുള്ള നന്ദിയാണ്. അപ്പോൾ ഇത്രയും നേരം പൗലോസ് പറഞ്ഞു വന്നത് നമ്മളെ എന്താക്കി എന്ന് പറഞ്ഞിട്ട്, നമ്മളെ ദൈവം ആക്കിയതിന്റെ വെളിച്ചത്തിൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ദൈവം നമ്മിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ആ കാര്യമാണ് ദൈവവചനത്തിൽ നമ്മൾ തുടർന്ന് വായിക്കുന്നത്. എനിക്ക് സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൽ ഒരു ചെറിയ കാര്യം പറഞ്ഞ് ഞാൻ ഒരു ഇവിടെ പറയുന്ന ഒരു കാര്യം, ഇതിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന യൂണിറ്റിക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഘടകങ്ങളാണ് പോള് പറഞ്ഞേക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റി എങ്ങനെ സാധ്യമാകും? ദൈവമക്കളെ ഏക ശരീരസ്ഥരായിട്ട് വിളിച്ചിരിക്കുന്നു എന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയും? അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാൻ എങ്ങനെയാ സാധിക്കുന്നത്? പൗലോസ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 2-ാമത്തെ വാക്യം, അതായത് നമ്മൾ ആ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ, പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ചെയ്യുവിൻ. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, 1 പൂർണ്ണ വിനയം, 2 സൗമ്യത, 3 ദീർഘക്ഷമ, 4 ഇതിനെല്ലാം കവർ ചെയ്യുന്നത് സ്നേഹം, 5 ഫോർഗീവ്നെസ്. അപ്പോൾ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കപ്പെടണമെങ്കിൽ ഈ ക്വാളിറ്റീസ് എന്നിൽ ഉണ്ടാകണം. ഇതെല്ലാം ആത്മാവിന്റെയാണ്. വിനയവും ദീർഘക്ഷമയും സ്നേഹവും ഇതൊക്കെ ആത്മാവിന്റെ ഫലത്തിന്റെ പാർട്ടുകളാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ആത്മാവ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, ഞാൻ ചെയ്യുന്നതല്ല, ഞാൻ എന്നിൽ തന്നെ ഉണ്ടാക്കുന്നതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ട്രൂ യൂണിറ്റി എങ്ങനെയാണ്, ശരിയായ യൂണിറ്റി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ ഇവിടെ പറയും. ഒരു ഈ സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു യൂണിറ്റി ഉണ്ടാക്കാൻ പ്രയാസമൊന്നുമില്ല. അതായത് ഉപരിപ്ലവമായിട്ടുള്ള ഒരു യൂണിറ്റി ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതിനല്പം ട്രെയിനിങ് മതി. അല്പം ട്രെയിനിങ് ഉണ്ടെങ്കിൽ നല്ല നല്ല കോർഡിയൽ റിലേഷൻഷിപ്പിൽ അതുകൊണ്ടാണ് ഈ നല്ല മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ അവരുടെ എംപ്ലോയീസിന് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ചില വർക്ക്ഷോപ്പ് ഒക്കെ നടത്തും. അതില് ഒരു പ്രമുഖനാകുന്ന വ്യക്തിയാണ് സ്റ്റീവൻ കോവേ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല, ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്. എൻ്റെ കൈവശമുണ്ട് താണ് പുസ്തകങ്ങൾ. അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ. ഈ വായിക്കാൻ നല്ലൊരു പുസ്തകമാണ് എന്നേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ ദൈവമക്കളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു യൂണിറ്റി അല്ല ഉള്ളത്. അപ്പൊ ആ ട്രെയിനിങ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് സംസാരിപ്പാൻ,
നന്നായിട്ട് ഇടപെടാൻ, നന്നായിട്ട് ഒരു കോർപ്പറേഷന്റെ യൂണിറ്റി കീപ്പപ്പ് ചെയ്യാൻ ഒക്കെ കഴിയും. അതെല്ലാം സൂപ്പർഫിഷ്യലാണ്. സൂപ്പർഫിഷ്യലാന്ന് ഞാൻ പറയാം. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു വില ഉള്ള ഒരു സാധനം മേടിച്ചു വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് മനസ്സിലായത് ചൊവ്വേ നടക്കുന്നില്ല. ഉടനെ ഫോൺ എടുത്ത് വിളിക്കുക, നിങ്ങളുടെ പരസ്യമൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ മേടിച്ചത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചൂടായി അങ്ങോട്ട് പറയുന്നുണ്ടേ. അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് ചോദിക്കും, സാർ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ആ വർത്താനം കേൾക്കുമ്പോഴേ നമ്മുടെ ഇതൊക്കെ കുറച്ച് കുറയും. എന്നിട്ട് പിന്നെ നമ്മൾ ചിലപ്പോൾ ചൂടായി അങ്ങോട്ട് പറയും. ചൂടായി ഒക്കെ പറഞ്ഞേച്ച് ഒടുവിൽ പിന്നെയും ചോദിക്കും, സാർ ഇസ് ദർ എനിത്തിങ് ഐ ക്യാൻ ഡു ഫോർ യു? അങ്ങോട്ട് ഭയങ്കര ചൂടായി അങ്ങോട്ട് നിൽക്കുമ്പോഴും അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് ഇങ്ങനെയുള്ള വാക്കുകളാണ്. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ആ പറയുന്നയാള് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സ്നേഹത്തോടായി പറയുന്നത്? ഒന്നുമല്ല. ഉള്ളി ചിലപ്പോ കിട്ടിയ ഒരെണ്ണം തരാനുള്ള വാശിയൊക്കെ കാണും. പക്ഷെ ബൈ ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന അങ്ങനെ. ഇങ്ങനത്തെ യൂണിറ്റി അല്ല ദൈവസഭയുടെ യൂണിറ്റി. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അതാണ് പോൾ ഇവിടെ പറയുന്നത്, ആത്മാവിന്റെ ഐക്യത. അപ്പൊ ദൈവസഭയുടെ യൂണിറ്റി ഇറ്റ് സ്റ്റെംസ് ഫ്രം വിത്തിൻ, ഉള്ളിൽ നിന്നുള്ളത്. സൂപ്പർഫിഷ്യൽ അല്ല, പുറമേ ഉള്ളതല്ല. പുറമേ പറയുന്ന നല്ല വാക്കുകളല്ല. പിന്നെ പൂർണ്ണ വിനയം എന്ന് പറയുമ്പോ എന്താ ഉദ്ദേശം? പൂർണ്ണ വിനയം എന്ന് പറഞ്ഞാൽ എന്താ? വന്നാട്ടെ ഇരുന്നാട്ടെ എന്ന് പറയുന്നതാണോ പൂർണ്ണ വിനയം? അത് വേണം. അത് സിവിലൈസ്ഡ് ബിഹേവിയർ. അത് വേണം. അത് വേണ്ടെന്നല്ല ഞാൻ പറയാം. സിവിലൈസ്ഡ് ബിഹേവിയർ. ആരോടും നമ്മൾ അങ്ങനെ പെരുമാറാവും. എന്നാൽ പൂർണ്ണ വിനയം എന്ന് പറഞ്ഞ വേദോസം അർത്ഥമാക്കുന്നത് അതല്ല. പൂർണ്ണ വിനയം എന്ന് പറഞ്ഞാൽ എന്നെക്കാളും വിദ്യാഭ്യാസം കുറഞ്ഞ ആൾ കാണും, കൂടിയ ആൾ കാണും. എന്നെക്കാളും അറിവുള്ളവൻ കാണും, അറിവില്ലാത്തവൻ കാണും. എന്നാൽ ആ വ്യക്തിയെ എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന്, അയ്യോ കർത്താവ് എന്നെ സ്നേഹിച്ചു, അവനെ സ്നേഹിച്ചു, കർത്താവേ ഞാൻ അവനേക്കാളൊന്നും മെച്ചമല്ലല്ലോ എന്ന് ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം സത്യത്തിലുള്ള ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള ആ പെരുമാറ്റം ഉണ്ടല്ലോ, ആ പെരുമാറ്റത്തിലാ ദൈവസഭയുടെ ഐക്യത വരുന്നത്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാതെ പുറമേ ഉള്ള എന്തെങ്കിലും കൊണ്ട് ഈ ഐക്യത ഉണ്ടാകുകയില്ല. ആ ഐക്യതയല്ല ദൈവം ആവശ്യപ്പെടുന്നത്. അത് ദൈവത്തിനെ ചെയ്യാനും പറ്റുള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കൂടുതലായിട്ട് ചിന്തിക്കാം. അപ്പൊ ഇതെല്ലാം നമ്മുടെ ആ സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്സിനോടുള്ള ബന്ധത്തിൽ, ദൈവമക്കളുടെ ദൈവസഭ ഒന്നിച്ച് മെച്വർ മാൻഹുഡിലേക്ക് വരുന്നതിനോടുള്ള ബന്ധത്തിൽ പൗലോസിന് ദൈവം കൊടുത്തതാകുന്ന ആ വലിയ വിഷനാണ് നമ്മളിവിടെ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്റെ സമയം വൈകിയത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. എന്നാൽ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ആവശ്യപ്പെടുമ്പോഴേ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വിളിയെ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ, നമ്മുടെ വിളിയെക്കുറിച്ച് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ, അതിനെ ഒന്ന് ധ്യാനിക്കാമെന്നുണ്ടെങ്കിൽ, അതിനെ ഒന്ന് ഓർക്കാമെന്നുണ്ടെങ്കിൽ, കോപത്തിന്റെ പാത്രമായിരുന്ന എന്നോ ദൈവം സ്നേഹിച്ചല്ലോ, ദൈവം എന്നോട് കരുണ ചെയ്തല്ലോ എന്നുള്ളത് ഞാൻ ചിന്തിക്കുമ്പോൾ, മറ്റൊരുവനെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ശ്രേഷ്ഠനായിട്ട് എണ്ണുവാൻ എനിക്ക് കഴിയും.
അതിന് ദൈവാത്മാവ് എന്നെ സഹായിക്കും. ആ ഉള്ളിൽ നിന്നുള്ള പെരുമാറ്റം പുറത്തേക്ക് വരുമ്പോൾ നിശ്ചയമായിട്ടും അവിടെ ഐക്യത ഉണ്ടാകും. ആ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടാകും. അത് ലോകത്തിന്റെ മുൻപാകെ നമ്മുടെ സാക്ഷ്യമാണ്. അതാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവപാദപീഠത്തില് വളരെ പ്രായോഗികമാകുന്ന ഈ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകേണ്ടതിന് നമ്മെ തന്നെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.